ശബരിമലയിൽ നിന്നുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സ്റ്റോറിയിലേക്കാണ് നമ്മൾ ഇനി കടക്കുന്നത്. ശബരിമല സന്നിധാനത്ത് 15-കാരൻ അതുൽ കൃഷ്ണയ്ക്ക് പുണ്യദർശനം. കാലുകളുടെ ചലനശേഷി നഷ്ടപ്പെട്ട അതുലിനെ പോലീസുകാരാണ് സന്നിധാനത്ത് എത്തിച്ചത്. കട്ടപ്പന സ്വദേശിയായ ഈ 15-കാരൻ രണ്ടാം തവണയാണ് അയ്യപ്പ ദർശനത്തിനായി മല കയറി എത്തിയത്. എല്ലാവരെയും പോലെ 6 വയസ്സുവരെ ഓടി നടന്നതാണ് അതുൽ കൃഷ്ണ എന്ന ഈ 15-കാരൻ. വില്ലനായി എത്തിയ പനി അതുലിനെ ഇങ്ങനെയാക്കി. തിരുവനന്തപുരം ശ്രീചിത്രയിൽ ചികിത്സ തുടരുന്നതിനിടെയാണ് അയ്യപ്പന്റെ അനുഗ്രഹം തേടി സന്നിധാനത്തെത്തിയത്. കട്ടപ്പന സ്വദേശികളായ ജയബാലൻ ദീപ ദമ്പതികളുടെ മൂത്ത മകനാണ് അതുൽ. 3 തവണ മല കയറ്റാമെന്ന നേർച്ചയാണ് രണ്ടാം തവണയും അതുലിനെ സന്നിധാനത്തെത്തിച്ചത്. 3 വർഷം ചവിട്ടിച്ചകം നേർന്നതാ. 3ാം ക്ലാസ് വരെ ഒരു കുഴപ്പമില്ലായിരുന്നു. നന്നായിട്ട് നടക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഓടി സ്കൂളിൽ പോയിക്കൊണ്ടൊക്കെ ഇരുന്നു. പിന്നെ എന്നാ സംഭവിച്ചെന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയത്തില്ല. പോലീസുകാരുടെ കൈകളിലിരുന്ന ഒടുവിൽ കൺനിറയെ അതുലിന് അയ്യപ്പ ദർശനം. അച്ഛനും അമ്മൂമ്മയ്ക്കും ബന്ധുക്കൾക്കുമൊപ്പമാണ് അതുൽ സന്നിധാനത്തെത്തിയത്. സ്വാമി കണ്ടോ? ദീപനെ കണ്ടോ? നല്ലോണം കണ്ടോ? കണ്ടോ? നേരത്തെ വന്നിട്ടുണ്ട്. ആരുടെ കൂടെ വന്നേ? അച്ഛൻ, അപ്പ, മമ്മി, ചേട്ടായി. അടുത്ത വർഷവും ഇതേ സമയം ശബരിമലയിൽ എത്തുമെന്ന് പറഞ്ഞാണ് അതുലിന്റെ മടക്കം. ക്യാമറമാൻ NS സജീവിനൊപ്പം MG പ്രതീഷ്, 24 സന്നിധാനം. അങ്ങനെ എത്രയെത്ര ഭക്തരെയാണ് പോലീസുകാരുടെ സഹായത്തോടെ സന്നിധാനത്തേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെ ഭാഗമാകുന്ന പോലീസുകാർക്കും ഒരു ബിഗ് സല്യൂട്ട് അല്ലേ? പിന്നെ തീർച്ചയായിട്ടും. അപ്പം മാത്രമല്ല, ഇങ്ങനെ ഒക്കെ ഉണ്ടെങ്കിലും എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇതൊക്കെ മാറ്റിവെച്ച് ഇങ്ങനെ എന്താണ് പറയുക, ഓരോ തവണ ഇപ്പോൾ 2ാം തവണയാണ് കൊച്ചുമ്മനും അവിടെ പോകുന്നത്. അപ്പം മനസ്സിൻ്റെയൊക്കെ ശക്തി ഇതാണ്. നമ്മുടെ അത്തരം പോസിറ്റീവ് വാർത്തകളാണ് നമ്മുടെ ഈ ഗുഡ് ഈവനിങ് ഷോയിൽ കൂടുതലായി ഉൾപ്പെടുത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നത് അല്ലേ?